ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ആന്ധ്രാപ്രദേശ് തെലങ്കാന സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഹൈദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിൽ വിവിധ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ വിപുലമായ കൂടിയാലോചനകൾക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയച്ചു. കീടനാശിനികളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകുന്ന കിസാൻ കവച് പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. കർഷകരുടെ ആരോഗ്യ സുരക്ഷയ്ക്കായുള്ള നിർണായക നീക്കമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബീജിംഗിൽ നടക്കുന്ന ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധി ചർച്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് പങ്കെടുക്കും. അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണ പരിപാടിക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ പുരസ്കാരം ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയറിന്. വനിതാ താരം സ്പെയിനിന്റെ ഐതാന ബോൺമാറ്റി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഹൈദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിൽ വിവിധ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. വെള്ളിയാഴ്ച സെക്കന്ദരാബാദിലെ കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റിന് പ്രസിഡന്റ്സ് കളേഴ്സ് ബഹുമതി സമ്മാനിക്കും. 5 ദിവസത്തെ ആന്ധ്രാപ്രദേശ് തെലങ്കാന സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ മംഗളഗിരി എയിംസിലെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. താങ്ങാനാവുന്ന മെഡിക്കൽ ടൂറിസത്തിന്റെ കേന്ദ്രമായി ഇന്ത്യ വളർന്നുവരികയാണെന്നും ഈ പുരോഗതിയിൽ ഡോക്ടർമാർക്ക് നിർണായക പങ്കുണ്ടെന്നും ശ്രീമതി മുർമു ചടങ്ങിൽ പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ വിപുലമായ കൂടിയാലോചനകൾക്കായി കേന്ദ്ര സർക്കാർ സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയച്ചു. എല്ലാ തലത്തിലും വിശദമായി ചർച്ച ആവശ്യമായതിനാൽ ബിൽ JPCക്ക് അയക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർദ്ദേശിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ലോക്സഭയെ അറിയിച്ചിരുന്നു. രാജ്യത്ത് ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ലുകൾ. ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലിനെ അനുകൂലിച്ച് 269 അംഗങ്ങളും 198 പേർ എതിർത്തും വോട്ട് ചെയ്തു. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത്. സൂക്ഷ്മ പരിശോധനയ്ക്കായി ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തുടർന്ന് ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഇന്ത്യൻ ഭരണഘടന ഒരു രേഖ മാത്രമല്ലെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ക്ഷേമത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനുമുള്ള അടിസ്ഥാന പ്രേരണയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ രാജ്യം എങ്ങനെ മുന്നോട്ടുപോയി എന്ന് മനസ്സിലാക്കാൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഈ സംവാദം സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. हम आर्थिक रूप से आत्मनिर्भर नहीं हो पाएंगे. उनको हमारी जनता ने, हमारे संविधान की खूबसूरती ने जवाब दिया है. हम आज दुनिया का 5वां अर्थतंत्र बनकर, और ब्रिटेन जिन्होंने सालों तक हम पर राज किया, आज ब्रिटेन भी अर्थतंत्र की तालिका में हमारे पीछे खड़ा है. വിവിധ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളും രാജ്യസഭയിലെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജനാധിപത്യവും മതേതരത്വവും ഫെഡറലിസവും ഇല്ലാതെ രാജ്യത്ത് ഐക്യം നിലനിർത്താൻ കഴിയില്ലെന്ന് CPIM അംഗം ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. കീടനാശിനികളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകുന്നതിനായി രാജ്യത്ത് ആദ്യമായി കിസാൻ കവച് പുറത്തിറക്കി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. കീടനാശിനിയുടെ നേരിട്ടുള്ള ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനാണ് കിസാൻ കവച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കർഷകരുടെ ആരോഗ്യ സുരക്ഷയ്ക്കായുള്ള നിർണായക നീക്കമാണ് കിസാൻ കവച് എന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ഇന്ന് ബീജിംഗിൽ നടക്കുന്ന ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുക്കും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി പ്രത്യേക പ്രതിനിധി ചർച്ചയുടെ 23ാം റൌണ്ടിലാണ് ശ്രീ ഡോവൽ പങ്കെടുക്കുന്നത്. ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ കിഴക്കൻ ലഡാക്കിലെ സൈനിക സംഘർഷത്തെ തുടർന്ന് 4 വർഷത്തിലേറെയായി നിലച്ചിരുന്നു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ റഷ്യയിലെ കസാനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും എത്തിച്ചേർന്ന പൊതുധാരണകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ചൈന അറിയിച്ചു. ദേശീയ പരീക്ഷാ ഏജൻസി അടുത്ത വർഷം മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള മത്സര പ്രവേശന പരീക്ഷകൾ മാത്രമേ നടത്തുകയുള്ളൂവെന്ന് റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ നടത്തില്ലെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ്, UG എഴുത്തുപരീക്ഷയോ ഓൺലൈൻ രീതിയിലോ നടത്തുന്നത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന്റെ സഹകരണത്തോടെ നോർക്ക റൂട്ട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം ഇന്ന് കോഴിക്കോട് നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശം നൽകും. മന്ത്രി വി അബ്ദുറഹ്മാൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ വാഹന അപകട സാധ്യതയുള്ള ബ്ലാക്ക് സ്പോട്ടുകളിൽ പ്രത്യേക പരിശോധന ഉൾപ്പെടെ നടത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വാഹന അപകടത്തിൽ 4 സ്കൂൾ വിദ്യാർത്ഥിനികൾ മരിച്ച പാലക്കാട് പനയംപാടത്ത് വാഹനങ്ങളുടെ സ്പീഡ് കുറയ്ക്കാനുള്ള നടപടി ഉടൻ ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് അറിയിച്ചു. തുടർച്ചയായി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനങ്ങൾ. കണ്ണൂരിൽ എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. അബുദാബിയിൽ നിന്ന് എത്തിയ വയനാട് സ്വദേശി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതിനിടെ എംപോക്സ് ലക്ഷണങ്ങളെ തുടർന്ന് വിദേശത്ത് നിന്നെത്തിയ കണ്ണൂർ പാനൂർ സ്വദേശിയുടെ സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ശബരി റെയിൽ പദ്ധതി 2 ഘട്ടമായി നടപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആദ്യഘട്ടത്തിൽ അങ്കമാലി എരുമേലി നിലയ്ക്കൽ പാത പൂർത്തീകരിക്കും. നിർമ്മാണ ചെലവിന്റെ 50% തുക കിഫ്ബി വഹിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള രാജ്യാന്തര ചലച്ചിത്രമേള 6ാം ദിനത്തിലേക്ക് കടന്നു. ഗോൾഡൻ ഗ്ലോബ്, കാൻ ചലച്ചിത്രമേളകളിൽ പ്രേക്ഷക പ്രശംസയും പുരസ്കാരങ്ങളും നേടിയ 7 ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. The Substance, Anora, All We Imagine As Light, Emilia Perez, The Shameless, The Seed of Sacred Fig എന്നിവയടക്കമുള്ള ചിത്രങ്ങളാണ് ഇന്ന് മേളയിൽ ചലച്ചിത്ര പ്രേമികൾക്ക് മുന്നിലെത്തുന്നത്. ഫ്രഞ്ച് സംവിധായിക കൊരാലി ഫാർഗിറ്റ് സംവിധാനം ചെയ്ത ദ സബ്സ്റ്റൻസ് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ ചിത്രമാണ്. കാൻ മേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ പായൽ കബാഡിയുടെ All We Imagine As Light എന്ന സിനിമ മലയാളി അഭിനേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് കേരളത്തിലും ശ്രദ്ധ നേടിയിരുന്നു. ഹൊറർ ചിത്രമായ ദ ലോങ്ലെസ് മിഡ്നൈറ്റ് സ്ക്രീനിംഗിന്റെ ഭാഗമായി രാത്രി 12 മണിക്ക് നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ പുരസ്കാരം ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയറിന്. കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിനു വേണ്ടി പുറത്തെടുത്ത മിന്നുന്ന പ്രകടനമാണ് 24-കാരനെ ആഗോള ഫുട്ബോൾ സംഘടനയുടെ മികച്ച താരമാക്കിയത്. വനിതകളിൽ മികച്ച താരമായി സ്പെയിനിന്റെ ഐത്താന ബോൺമാറ്റിയെ തെരഞ്ഞെടുത്തു. തുടർച്ചയായ 2ാം തവണയാണ് ബോൺമാറ്റിക്ക് മികച്ച താരത്തിനുള്ള ഫിഫ പുരസ്കാരം ലഭിക്കുന്നത്. അർജന്റീന താരം എമിലിയാനോ മാർട്ടിനസാണ് മികച്ച ഗോൾ കീപ്പർ. റയൽ മാഡ്രിഡിന്റെ കാർലോ ആൻസലോട്ടിയാണ് മികച്ച പരിശീലകൻ. മികച്ച ഗോളിനുള്ള പുസ്കാസ് അവാർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അലസാൻഡ്രോ ഗാർനാച്ചോയ്ക്കാണ്. വനിതകളിൽ സ്വന്തം പേരിലുള്ള മാർത്ത പുരസ്കാരം ബ്രസീൽ ഇതിഹാസ താരം മാർത്ത തന്നെ സ്വന്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം ടെസ്റ്റ് സമനിലയിലേക്ക്. 9 വിക്കറ്റ് നഷ്ടത്തിൽ 252 റൺസ് എന്ന നിലയിൽ 1ാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ഇന്ത്യ 260 റൺസിന് പുറത്തായി. ബ്രിസ്ബെയിനിലെ ഗാബയിൽ നടക്കുന്ന ടെസ്റ്റിൽ ഇന്ത്യ കഷ്ടിച്ചാണ് ഫോളോ ഓൺ ഒഴിവാക്കിയത്. ഓസ്ട്രേലിയയ്ക്കു വേണ്ടി പാറ്റ് കമ്മിൻസ് 4ഉം മിച്ചൽ സ്റ്റാർക്ക് 3ഉം വിക്കറ്റ് വീഴ്ത്തി. വനിതാ ക്രിക്കറ്റിൽ 2ാം T20 മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പര 1-1 സമനിലയിലായി. ഇന്നലെ രാത്രി നവി മുംബൈയിൽ നടന്ന മത്സരത്തിൽ 160 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വെസ്റ്റ് ഇൻഡീസ് 26 പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. അവസാന T20 മത്സരം നാളെ നടക്കും. ഇന്ത്യൻ പൌരന്മാർക്ക് അടുത്ത മാസം മുതൽ ശ്രീലങ്കയിലേക്ക് സൗജന്യ വിസ. ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത് ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഇന്ത്യ ഉൾപ്പെടെ 39 രാജ്യങ്ങൾക്ക് ശ്രീലങ്ക സൗജന്യ വിസ അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ആന്ധ്രാപ്രദേശ് തെലങ്കാന സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഹൈദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിൽ വിവിധ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ വിപുലമായ കൂടിയാലോചനകൾക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയച്ചു. കീടനാശിനികളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകുന്ന കിസാൻ കവച് പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. കർഷകരുടെ ആരോഗ്യ സുരക്ഷയ്ക്കായുള്ള നിർണായക നീക്കമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബീജിംഗിൽ നടക്കുന്ന ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധി ചർച്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് പങ്കെടുക്കും. അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണ പരിപാടിക്ക് ഇന്ന് കോഴിക്കോട് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ പുരസ്കാരം ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയറിന്. വനിതാ താരം സ്പെയിനിന്റെ ഐത്താന ബോൺമാറ്റി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.